ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി ഒരു സൂപ്പർ മലയാളം സിനിമയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ത്രില്ലും നിഗൂഢതയും അല്പം ഫാന്റസിയും ഒക്കെ ഉണ്ട്. എന്നാൽ അതിലുപരി ധാരാളം ട്വിസ്റ്റുകൾ നിറഞ്ഞ ഈ സിനിമ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സിനിമയുടെ പേര് മാർജാര, ഒരു കല്ല് വെച്ച നുണ. തുടക്കം അല്പം സ്ലോ പേസിലാണ് പോകുന്നതെങ്കിലും കഥ മുന്നോട്ട് പോകുന്നതോറും നിങ്ങൾ ഈ സിനിമ വളരെ ശ്രദ്ധയോടെ കാണുന്ന രീതിയിലുള്ള ട്വിസ്റ്റുകളാണ് വരുന്നത്. സോ അധികം വൈകാതെ തന്നെ നമുക്ക് സിനിമയിലേക്ക് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ഒരു ആനിമേഷനിലൂടെ നമ്മളെ കാണിക്കുന്നുണ്ട് അഹല്യ എന്ന സുന്ദരിയായ സ്ത്രീ ഗൗതമ മഹർഷിയെ വിവാഹം കഴിക്കുകയും അവർ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അഹല്യയുടെ സൗന്ദര്യം കണ്ട ഇന്ദ്രൻ അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഒരു ദിവസം ഗൗതമൻ പുറത്തു പോയപ്പോൾ ഇന്ദ്രൻ ഗൗതമന്റെ രൂപം ധരിച്ച് അഹല്യയുടെ അടുത്തേക്ക് പോയി. അത് ഗൗതമനാണെന്ന് തെറ്റിദ്ധരിച്ച് അഹല്യ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. എന്നാൽ അപ്പോഴേക്കും യഥാർത്ഥ ഗൗതമ മഹർഷി തിരിച്ചെത്തുകയും തന്റെ ഭാര്യയെ മറ്റൊരാൾക്കൊപ്പം കണ്ട് രണ്ടുപേരെയും ശപിക്കുകയും ചെയ്തു. അദ്ദേഹം ഭാര്യയായ അഹല്യയെ കല്ലായി മാറാൻ ശപിച്ചു. പിന്നീട് ശ്രീരാമനാണ് അഹല്യയെ ശാപത്തിൽ നിന്ന് മോചിപ്പിച്ചത്. എന്തിനാണ് ഈ കഥ നമ്മളെ കാണിക്കുന്നതെന്ന് സിനിമയിൽ പിന്നീട് മനസ്സിലാവും. ഇവിടെ നിന്ന് നമ്മൾ നേരിട്ട് ശാന്തൻ എന്ന വ്യക്തിയെ കാണുന്നു. അവനാണ് ഈ സിനിമയിലെ നായകൻ. അവൻ ടെൻഷൻ അടിച്ച് എങ്ങോട്ടോ പോവുകയാണ്. ആരോ അവനെ പിന്തുടരുന്നതായി തോന്നുന്നുണ്ട്. ശാന്തൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആരോ അവന്റെ തലക്കടിച്ച് വീഴ്ത്തുകയും പിന്നീട് അവനെ വലിച്ചഴിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നു. സിനിമയുടെ ടൈറ്റിൽ കാർഡിന് ശേഷം ഏതാനും മാസങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ശാന്തി എന്നൊരു സ്ത്രീ വീട്ടിൽ പൂജ ചെയ്യുകയാണ്. പിന്നീട് അവൾ മുറിയിലേക്ക് വരുമ്പോൾ ഭർത്താവ് അവളുമായി അടുത്തിടപഴകാൻ ശ്രമിക്കുന്നു. ശാന്തി അത് നിരസിച്ച് പറയുന്നുണ്ട്, എല്ലാം ഇപ്പോഴല്ലേ കഴിഞ്ഞത്, ഞാൻ കുളിക്കുകയും ചെയ്തു, അല്ല നിങ്ങൾക്ക് ഇപ്പോഴും ശക്തിയുണ്ടോ? അയാൾ പറയുന്നു, അതെ ശക്തിയുണ്ട്, ഞാൻ 2ാം റൗണ്ടിനും തയ്യാറാണ്. എന്നാൽ ശാന്തി പറയുന്നുണ്ട്, അതല്ല ഞാൻ ചോദിച്ചത്, എന്റെ ഭർത്താവ് ഇവിടെയുണ്ട്, നിങ്ങൾ വേഗം പിൻവാതിലൂടെ പൊക്കും. ശാന്തിയുടെ ഭർത്താവ് ഒരു പോലീസ് ഇൻസ്പെക്ടറാണ്. അയാൾ വീട്ടിലെത്തിയ ഉടൻ ശാന്തിയെ ചുംബിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ശാന്തി പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം പോയി കുളിച്ച് ഭക്ഷണം കഴിക്കുക. ഇൻസ്പെക്ടർ കുളിക്കാൻ പോകുന്നുണ്ട്. പുറത്ത് പാത്രങ്ങൾ വീഴുന്ന ശബ്ദം കേട്ട് അയാൾ എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു. ഒരു പൂച്ചയെ ശല്യം ചെയ്യുകയാണെന്ന് ശാന്തി പറയുന്നുണ്ട്. ഇൻസ്പെക്ടർ കുളി കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു. ശാന്തി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ എപ്പോഴും വൈകി വരുന്നത്, എന്താ കാര്യം? അയാൾ പറയുന്നുണ്ട്, ഞാനൊരു കള്ളനെ തിരയുകയാണ്. അവന്റെ മോഷണ രീതി വ്യത്യസ്തമാണ്. അവൻ വീട്ടിലെ സ്ത്രീകളെ വശീകരിച്ച് അതുവഴി വീട്ടിൽ കയറി വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിക്കുന്നു. അവൻ ഒരുപാട് വീടുകളിൽ ഇങ്ങനെ മോഷണം നടത്തിയിട്ടുണ്ട്. എനിക്ക് അവനെ എത്രയും പെട്ടെന്ന് പിടിക്കണം. അപ്പോഴേക്കും അയാളുടെ അസിസ്റ്റന്റ് വിളിച്ച് പറയുന്നുണ്ട്, ആ കള്ളൻ ഇനിയും ഒരുപാട് സ്ത്രീകളെ വശീകരിച്ച് അവരുടെ വീടുകളിൽ മോഷണം നടത്തിയിരിക്കുന്നു. ഇവിടെ നിന്ന് നമ്മൾ നേരിട്ട് ഒരു ഹോട്ടലിലേക്കാണ് പോകുന്നത്. അവിടെ ജോലി ചെയ്യുന്ന പയ്യൻ ഒരു മുറിയിൽ ചെന്ന് ഒരാളെ ഉണർത്തുന്നു. അത് മറ്റാരുമല്ല, തുടക്കത്തിൽ കാണിച്ച ശാന്തൻ തന്നെ. ശാന്തൻ അവനെ വഴക്ക് പറയുന്നുണ്ട്, ഞാനിപ്പോൾ എന്റെ ഇഷ്ട നായികയുമായ റൊമാൻറ്റിക് പാട്ട് പാടുകയായിരുന്നു, ഇനി എന്നെ എങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച നിന്റെ കാര്യം പോക്കാണ്. അടുത്ത സീനിൽ മേരി എന്നൊരു സ്ത്രീയെ കാണിക്കുന്നുണ്ട്. മേരിയുടെ ഭർത്താവ് ഒരു ബിസിനസ്സുകാരനാണ്. ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ മേരി ശാന്തനെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട്. ശാന്തനും തിരികെ പുഞ്ചിരിക്കുന്നു. ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വ്യക്തമല്ല. ശാന്തൻ ഇപ്പോൾ അണ്ണൻ എന്ന് എല്ലാവരെയും വിളിക്കുന്ന ഒരാൾക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. ശാന്തൻ അയാളോട് പറയുന്നുണ്ട്, ഞാൻ ആ സ്ത്രീയെ എന്റെ വലയിലാക്കിയിട്ടുണ്ട്, ഉടൻ തന്നെ സാധനം മോഷ്ടിക്കാം. അണ്ണൻ പറയുന്നുണ്ട്, എനിക്ക് ആ വീട്ടിലെ വിശുദ്ധ കുരിശ് രൂപം മാത്രം മതി. ശാന്തൻ സമ്മതിക്കുന്നുണ്ട്. അടുത്ത സീനിൽ ശാന്തൻ മേരിയുടെ വീട്ടിൽ പ്രവേശിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ എല്ലായിടത്തും CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനാൽ ശാന്തന് അവയിൽ നിന്നൊക്കെ ഒളിച്ച് അകത്ത് കിടക്കേണ്ടി വരുന്നുണ്ട്. അവൻ അകത്ത് കടന്നതും വാതിൽ അടയുന്നു. അത് മേരി അടച്ചതായിരുന്നു. അവൾ ചോദിക്കുന്നുണ്ട്, എന്താ ഇത്ര വൈകിയത്? ശാന്തൻ പറയുന്നുണ്ട്, നിന്റെ ഭർത്താവ് സ്ഥാപിച്ച ഇത്രയും ക്യാമറകളിൽ നിന്ന് രക്ഷപ്പെട്ടു വരാൻ ഒരുപാട് ബുദ്ധിമുട്ടി. ഇവർക്ക് തമ്മിൽ പണ്ടേ ബന്ധം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പിന്നീട് അവരുടെ പ്രണയം ആരംഭിക്കുന്നു. അതിനിടയിൽ അവിടെ വച്ചിരുന്ന ഒരു കുരിശുരൂപം താഴെ വീഴുന്നു. ശാന്തൻ പറയുന്നുണ്ട്, ഇത് വളരെ മനോഹരമാണ്. അവൻ അതിന്റെ ഫോട്ടോ എടുക്കുന്നു. മേരി പറയുന്നുണ്ട്, ഇതിന്റെ വില 2 കോടിയാണെന്ന് അറിയാവോ? ശാന്തൻ ചോദിക്കുന്നുണ്ട്, ഇത്രയും വിലപിടിപ്പുള്ള സാധനം എന്തിനാണ് പുറത്തു വെച്ചിരിക്കുന്നത്? മേരി പറയുന്നുണ്ട്, എന്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഒരു കള്ളൻ വീട്ടിൽ കയറിയാൽ ആദ്യം ലോക്കൽ തകർത്ത് സാധനങ്ങൾ എടുക്കുമെന്ന്. പുറത്തിരിക്കുന്ന ഈ ചെറിയ കുരിശുരൂപം അവൻ കൊണ്ടുപോയില്ല, അതുകൊണ്ടാണ് ഇത് പുറത്തു വെക്കാൻ പറഞ്ഞത്. ഇപ്പോൾ എനിക്കത് അകത്തു വെക്കുന്നതാണ് സുരക്ഷിതമെന്ന് തോന്നുന്നു. ഇത് പറഞ്ഞ് അവൾ കുരിശുരൂപം ലോക്കറിൽ വെക്കുന്നു. ശാന്തനാകട്ടെ ആകെ പെട്ടുപോകുന്നു. പുറത്തുണ്ടായിരുന്ന സാധനം ഇപ്പോൾ ലോക്കറിലായല്ലോ, ഇനി ഞാൻ എങ്ങനെ അത് മോഷ്ടിക്കും? എന്നാൽ അവന്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും കാണിക്കുന്നില്ല. പിന്നീട് ഇരുവരും മേരിയുടെ മുറിയിലേക്ക് പോയി അടുത്തിടപഴകുന്നു. മേരി കുളിക്കാൻ പോയ സമയത്ത് ശാന്തൻ ലോക്കർ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവന് പാസ്വേഡ് അറിയില്ല. സാധാരണയായി ആളുകൾ അവരുടെ ജന്മദിനമാണ് പാസ്വേഡായി വെക്കുന്നത് എന്ന് ചിന്തിച്ച് അവൻ മേരിയോട് അവളുടെ ജന്മദിനം ചോദിക്കുന്നു. മേരി പറയുന്നുണ്ട്, ഓ എന്റെ പിറന്നാളിന് എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് തരാനാണോ? അവൾ ജന്മദിനം പറയുന്നു. ശാന്തന്റെ കണക്കുകൂട്ടൽ ശരിയായിരുന്നു. ജന്മദിനം ഉപയോഗിച്ച് ലോക്കർ തുറക്കുന്നുണ്ട്. ശാന്തൻ കുരിശുരൂപം നിശബ്ദമായി എടുക്കുന്നു. പിന്നീട് മേരി കുളി കഴിഞ്ഞ് വരുന്നുണ്ട്. സാധാരണ സംഭാഷണങ്ങൾക്ക് ശേഷം ശാന്തൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. മറുവശത്ത് അണ്ണനെ കാണിക്കുന്നു. പുറമേക്ക് അയാൾ ഒരു ട്രാവൽ ഏജൻസി നടത്തുന്ന ഒരു മാന്യനാണ്. എന്നാൽ രഹസ്യമായി ശാന്തനെ കൊണ്ട് ഇത്തരം മോഷണങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. അണ്ണൻ നാരായണൻ എന്നൊരു ക്ലയന്റുമായി സംസാരിക്കുകയാണ്. അപ്പോൾ ശാന്തൻ അകത്തേക്ക് വരുന്നുണ്ട്.
അണ്ണൻ അവനോട് പുറത്ത് കാത്തിരിക്കാൻ പറയുന്നുണ്ട്. അയാൾ പോയ ശേഷം ശാന്തൻ അകത്തേക്ക് വരുന്നു. ശാന്തൻ കുരിശു രൂപം അണ്ണന് നൽകുന്നു. അണ്ണൻ വളരെ സന്തോഷിക്കുന്നുണ്ട്. ഈ സാഹസികമായ ജോലിക്ക് ശാന്തൻ പണം ചോദിക്കുന്നുണ്ട്. എന്നാൽ അണ്ണൻ കുറച്ച് പണം നൽകി പറയുന്നു, ഇപ്പോൾ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേ, കുരിശു രൂപം വിൽക്കുമ്പോൾ മുഴുവൻ പണവും തരാം. ശാന്തന് ഈ ജോലി ചെയ്യാൻ ഇഷ്ടമല്ല. അവൻ പറയുന്നുണ്ട്, ഇതൊരു വലിയ ജോലിയല്ല, ഒരുപാട് പണം കിട്ടുന്ന വല്ല ജോലി ഉണ്ടെങ്കിൽ അത് പറയും, അത് ചെയ്ത് എനിക്ക് ജീവിതത്തിൽ സെറ്റിൽ ആകണം, കാരണം ഞാൻ ചെയ്യുന്നത് വളരെ റിസ്ക് ഉള്ള ജോലിയാണ്. മറുവശത്ത് ഇൻസ്പെക്ടർ വളരെ ടെൻഷനിലാണ്. അയാൾ ശാന്തിയോട് പറയുന്നുണ്ട്, ആ കള്ളൻ ഒരുപാട് സ്ത്രീകളെ വലയിലാക്കി അവരുടെ വീടുകളിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിച്ച് കടന്നു കളയുന്നുണ്ട്. അതുകൊണ്ട് ഞാനും വീടിന് പുറത്ത് ക്യാമറ വെക്കാൻ ആലോചിക്കുകയാണ്. ഇത് കേട്ട് ശാന്തി ആകെ ആശയക്കുഴപ്പത്തിലാവുന്നുണ്ട്. ഇനി കാമുകനെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ കഴിയില്ലല്ലോ. അവൾ പറയുന്നു, നിങ്ങൾക്ക് എന്നെ സംശയമുണ്ടോ? അതുകൊണ്ടാണോ CCTV വെക്കാൻ പോകുന്നത്? ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, ഞാൻ ഇത് നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് നിന്നെ ഒരിക്കലും സംശയിക്കാൻ കഴിയില്ല. ശരി, ഞാൻ CCTV ക്യാമറ വെക്കുന്നില്ല, പോരെ? ഇവിടെ ശാന്തൻ മുറിയിലായിരിക്കുമ്പോൾ മേരി വന്ന് പറയുന്നുണ്ട്, എന്റെ വീട്ടിൽ നിന്ന് ആ കുരിശു രൂപം കാണാനില്ല. ശാന്തൻ അത്ഭുതം നടിച്ചു ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ സാധിക്കും? മേരി പറയുന്നുണ്ട്, എനിക്കറിയില്ല, പക്ഷെ അന്ന് നീ അതിന്റെ ഫോട്ടോ എടുത്തിരുന്നില്ലേ, അത് എനിക്കൊന്ന് അയച്ചു തരുമോ? ഞാൻ ഇതുപോലെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വീട്ടിൽ വെക്കാം. എന്റെ ഭർത്താവിന് ഒരു സംശയം തോന്നില്ല. ശാന്തൻ അവൾക്ക് ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടും മേരി ശാന്തനെ സംശയിച്ചിട്ടില്ല. അവൾ വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ കുരിശുരൂപം മോഷ്ടിക്കപ്പെട്ട വിവരം മേരിയുടെ ഭർത്താവ് അറിയുന്നു. അയാൾ ഇൻസ്പെക്ടറെ വിളിച്ച് പറയുന്നുണ്ട്, അതിന് കോടികൾ വിലയായിരുന്നു, ദയവായി അത് കണ്ടെത്തണം. ഇതിനിടയിൽ മേരി വന്ന് പറയുന്നുണ്ട്, ഞാനത് സൂക്ഷിച്ച് ലോക്കറിൽ വെച്ചിട്ടുണ്ട്, ഇപ്പൊ കൊണ്ടുവരാം. അവൾ ഡ്യൂപ്ലിക്കേറ്റ് കുരിശുരൂപം കൊണ്ടുവരുന്നു. ഭർത്താവാണെങ്കിൽ അത് എറിഞ്ഞു കളഞ്ഞിട്ട് പറയുന്നുണ്ട്, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഒറിജിനൽ എവിടെ? നീ വേറെ ആരെങ്കിലും വീട്ടിൽ കയറ്റിയിരുന്നോ? അയാൾക്ക് മേരിയെ സംശയമാവുന്നു. ഇൻസ്പെക്ടർ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇൻസ്പെക്ടർ മേരിയോട് ചോദിക്കുന്നുണ്ട്, സംശയാസ്പദമായ ആരെങ്കിലും വീട്ടിൽ വന്നിരുന്നെങ്കിൽ ദയവായി പറയണം. പിന്നീട് ശാന്തൻ മുറിയിലായിരിക്കുമ്പോൾ ജോലി ചെയ്യുന്ന പയ്യൻ വന്ന് പറയുന്നുണ്ട്, ചേട്ടാ, പോലീസ് നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. ശാന്തൻ പുറകിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ അവനെ പിടികൂടുന്നു. എന്നാൽ ശാന്തൻ അവരെ തള്ളി മാറ്റി ഓടുന്നുണ്ട്. ഇതിനിടയിൽ ഇൻസ്പെക്ടർ തന്റെ ജീപ്പിൽ അവിടേക്ക് വരികയും ശാന്തനെ ഇടിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് ശാന്തൻ കണ്ണു തുറക്കുന്നത്. യഥാർത്ഥത്തിൽ അതൊരു ദുസ്വപ്നമായിരുന്നു. മേരി മരിച്ചിരുന്നു. പക്ഷെ അതിനുശേഷം കാണിച്ചതെല്ലാം ശാന്തന്റെ സ്വപ്നമായിരുന്നു. ശാന്തന്റെ റെക്കോർഡ് പരിശോധിച്ചാൽ അവൻ ഇതുവരെ 15 വീടുകളിൽ ഇത്തരം മോഷണം നടത്തിയിട്ടുണ്ട്. അവൻ അണ്ണനോട് പറയുന്നുണ്ട്, ഇനിയും ഈ ജോലി തുടർന്നാൽ ഞാൻ തീർച്ചയായിട്ടും പിടിക്കപ്പെടും. ഞാൻ ഇനി ഇതൊന്നും ചെയ്യില്ല. അണ്ണൻ പറയുന്നു, നിനക്ക് ജീവിതത്തിൽ സെറ്റിൽ ആകണമെങ്കിൽ ഈ അവസാനത്തെ ജോലി കൂടി നീ ചെയ്യ. ഇതിന് നിനക്ക് വലിയൊരു തുക ലഭിക്കും. അതിനുശേഷം നിനക്ക് വേറെ ജോലി ചെയ്യേണ്ടി വരില്ല. അന്ന് എന്റെ ട്രാവൽ ഏജൻസിയിൽ വന്ന നാരായണൻ എന്ന മനുഷ്യന്റെ വീട്ടിൽ അഹല്യയുടെ ഒരു വിഗ്രഹമുണ്ട്. ഇന്നത്തെ കാലത്ത് ആ വിഗ്രഹത്തിന് കോടികൾ വില വരും. നാരായണൻ അത് വീട്ടിൽ വെച്ച് ആരാധിക്കുന്നുണ്ട്. നീ ആ വിഗ്രഹം എങ്ങനെയെങ്കിലും മോഷ്ടിക്കണം. ഈ ജോലി ചെയ്താൽ നിനക്ക് ജീവിതത്തിൽ സുഖമായിട്ട് ജീവിക്കാം. ആ വീട്ടിൽ കയറാൻ എനിക്കൊരു നല്ല ഐഡിയ ഉണ്ട്. അവിടെ ഒരു ഭാഗം ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഞാൻ നാരായണനുമായി സംസാരിച്ച് നിനക്ക് ആ സ്ഥലം വാടകയ്ക്ക് തരപ്പെടുത്തി തരാം. നിനക്ക് എളുപ്പത്തിൽ വീട്ടിൽ കയറി വിഗ്രഹം മോഷ്ടിക്കാം. അടുത്ത സീനിൽ ശാന്തൻ നാരായണന്റെ പട്ടണത്തിലെത്തി ഒരു ചായക്കടയിൽ നാരായണന്റെ വീട് എവിടെയാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ സുധീർ എന്നൊരാൾ വന്ന് പറയുന്നുണ്ട്, ഞാൻ ആ വീട്ടിൽ ചെറിയ ജോലികൾ ചെയ്യാറുണ്ട്, വരും, ഞാൻ കൊണ്ടുപോവാം. അയാൾ ശാന്തനെ നാരായണന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. പോകുന്ന വഴിക്ക് അയാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഈ സിറ്റിയിൽ വന്ന് ഈ വീട്ടിൽ താമസിക്കാൻ പോകുന്നത്? ശാന്തൻ പറയുന്നുണ്ട്, ഞാനൊരു പെൺകുട്ടിയെ പ്രണയിക്കുന്നുണ്ട്, അവൾ ഇവിടെയാണ് താമസിക്കുന്നത്, അവളുമായി സംസാരിച്ച കാര്യങ്ങൾ ശരിയാക്കാനാണ് വന്നത്. സുധീർ പറയുന്നുണ്ട്, നാരായണൻ കുറച്ച് മുൻകോപിയാണ്, സൂക്ഷിക്കണം കേട്ടോ. ഇതും പറഞ്ഞ് അയാൾ ശാന്തനെ നാരായണന്റെ വീടിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. വീടിനടുത്ത് വെച്ച് ശാന്തൻ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കാണുന്നുണ്ട്. അവളുടെ പേര് അഹല്യ. അവൾ ഒരു പൂച്ചയോട് സംസ്കൃതത്തിൽ സംസാരിക്കുകയാണ്. ശാന്തൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ പൂച്ചയോട് സംസാരിക്കുന്നത്? ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാം. അവൾ ശാന്തനോട് സംസ്കൃതത്തിൽ ചോദിക്കുന്നുണ്ട്. ശാന്തൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എനിക്ക് സംസ്കൃതത്തിന്റെ ആ പോലും അറിയില്ല. അങ്ങനെ അവർ ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. പിന്നീട് ശാന്തനകത്ത് ചെന്ന് നാരായണനെ കാണുന്നു. ചിത്ര എന്നൊരു സ്ത്രീ ശാന്തന് കാപ്പി കൊണ്ടുവരുന്നു. നാരായണൻ ശാന്തനുമായി വാടകയുടെ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അതിനിടയിൽ ചിത്ര വീടിന് പുറത്തേക്ക് പോകുന്നുണ്ട്. ശാന്തൻ അഹല്യയെ ശ്രദ്ധയോടെ നോക്കുകയും അവൾ നാരായണന്റെ മകളായിരിക്കുമെന്ന് കരുതുകയും ചെയ്യുന്നു. എന്നാൽ നാരായണൻ അവൾ തന്റെ ഭാര്യയാണെന്ന് പറയുന്നു. ഇത് കേട്ട് ശാന്തൻ ഞെട്ടിപ്പോവാണ്. ഈ പ്രായമായ മനുഷ്യൻ ഇത്രയും ചെറുപ്പക്കാരിയായ ഭാര്യയോ? യഥാർത്ഥത്തിൽ ശാന്തൻ മോഷ്ടിക്കാൻ വേണ്ടിയല്ല സ്ത്രീകളെ വശീകരിക്കുന്നത്, അവൻ അത് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവൻ ഇത്രയും കാലം അണ്ണന് വേണ്ടി ജോലി ചെയ്തിരുന്നത്. നാരായണൻ ശാന്തന് അവന്റെ മുറി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ശാന്തൻ മുറി വൃത്തിയാക്കാൻ തുടങ്ങുന്നു. അപ്പോൾ രമേശ്, സുരേഷ് എന്നീ രണ്ടുപേർ വന്ന് കമ്മീഷൻ ചോദിക്കുന്നുണ്ട്. ശാന്തൻ ചോദിക്കുന്നുണ്ട്, എന്ത് കമ്മീഷൻ? ഞാൻ സ്വന്തമായാണ് ഈ വീട്ടിൽ വന്നത്. എന്നാൽ അവർ പറയുന്നുണ്ട്, ഇവിടുത്തെ ബ്രോക്കർക്ക് കമ്മീഷൻ കൊടുക്കണം. പുതുതായി വരുന്ന വാടകക്കാരെല്ലാം ഞങ്ങൾക്ക് കമ്മീഷൻ തരാറുണ്ട്. എപ്പോഴെങ്കിലും ഇവർ ഉപകാരപ്പെടുമെന്നും ഇവരിൽ നിന്ന് ഈ വീട്ടുകാരെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിയാമെന്നും കരുതി ശാന്തൻ അവർക്ക് നല്ലൊരു തുക നൽകുന്നു. നാരായണനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അവന്മാരെ നിന്റെ നിന്ന് പൈസ വല്ലതും വാങ്ങിയോ? അവര് വലിയ തട്ടിപ്പുകാരാട്ടോ. ശാന്തൻ പറയുന്നു, സാരില്ല. നാരായണൻ എങ്ങോട്ടോ പോകുന്നുണ്ട്. അപ്പോൾ അഹല്യയുടെ പാട്ട് കേൾക്കുന്നു. ശാന്തൻ അങ്ങോട്ടേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങളാണോ പാടിയത്? അഹല്യ പറയുന്നുണ്ട്, അതെ, ഞാനല്ലാതെ ഇവിടെ വേറെ ആരുണ്ട്? ചിത്രയും ഈ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. പക്ഷെ അവളിപ്പോ ബാങ്കിൽ പണം പിൻവലിക്കാൻ പോയിരിക്കുകയാണ്.
ചിത്രയും നാരായണനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഇപ്പോൾ വ്യക്തമല്ല. മറുവശത്ത് സുധീർ ദുഃഖിച്ചിരിക്കുകയാണ്. അവന്റെ കൂടെ ജോലി ചെയ്യുന്ന പയ്യൻ ചോദിക്കുന്നുണ്ട് ചേട്ടൻ എന്താ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന്. എന്നാൽ സുധീറിന് തന്റെ പ്രശ്നങ്ങൾ ആരോടും പറയാൻ കഴിയുന്നില്ലെന്ന് തോന്നുന്നു. ശാന്തൻ നല്ലൊരു ചിത്രകാരനാണ്. അവൻ അഹല്യയുടെ ഒരു ചിത്രം വരച്ച് ഭിത്തിയിലൊട്ടിക്കുന്നു. ഒരു ദിവസം ശാന്തൻ സുധീർ നാരായണന്റെ വീട്ടിൽ ആരോടോ സംസാരിക്കുന്നത് കാണുന്നു. പിന്നീട് സുധീർ ഒരു മരത്തിനരികിൽ പോയി സിഗരറ്റ് വലിക്കുന്നുണ്ട്. ശാന്തൻ അവന്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട് ചേട്ടാ എന്താ ഇവിടെ ചെയ്യുന്നത്? സുധീർ പറയുന്നുണ്ട് ഒന്നുമില്ല, ഞാൻ എല്ലാ ദിവസവും ഒരു വഴിയിലൂടെയാണ് വീട്ടിലേക്ക് പോകുന്നത്. എന്നാൽ അവൻ കള്ളം പറയുകയാണെന്ന് ശാന്തൻ തോന്നുന്നു. ശാന്തൻ തന്റെ മുറിയിലേക്ക് പോകുമ്പോൾ ചിത്ര പുറത്തു വന്ന് ചോദിക്കുന്നുണ്ട് എന്താ കാര്യം? ശാന്തൻ പറയുന്നുണ്ട് ഞാനൊരു ശബ്ദം കേട്ടു, അതൊന്ന് പരിശോധിക്കാൻ വന്നതാണ്. അവൻ മുറിയിലേക്ക് പോകുന്നുണ്ട്. ശാന്തൻ വരച്ച അഹല്യയുടെ ചിത്രം കാറ്റത്ത് താഴെ വീണിരുന്നു. അഹല്യ അതെടുത്ത് ശാന്തന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു ഇത് നിങ്ങൾ തന്നെ വരച്ചാണോ? ശാന്തൻ അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അലമാരയുടെ മുകളിൽ ഒരു പെട്ടിയുണ്ട്. ശാന്തൻ അത് എടുക്കാൻ പോകുമ്പോൾ അഹല്യ പറയുന്നുണ്ട് അതിൽ എന്റെ സാധനങ്ങൾ മാത്രമാണുള്ളത്. ശാന്തൻ അത് തുറക്കുന്നു. അതിൽ വിചിത്രമായ ഒരു കല്ലുണ്ട്. അഹല്യ പറയുന്നു ഇതൊരു സാധാരണ കല്ലല്ല, ഇതൊരു മാന്ത്രിക കല്ലാണെന്ന്. ഇത് കയ്യിലെടുത്ത ഒരു മന്ത്രം ചൊല്ലിയാൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രൂപം ലഭിക്കും. ശാന്തൻ അവളുടെ വാക്കുകൾ വിശ്വസിച്ചില്ല. അവൾ വീണ്ടും പറയുന്നുണ്ട് നിങ്ങൾ തന്നെ പരീക്ഷിച്ചു നോക്ക്. പക്ഷേ ഈ മാന്ത്രിക വിദ്യ തനിച്ചാണ് ചെയ്യേണ്ടത്. ഞാൻ വീട്ടിൽ കാത്തിരിക്കാം. നിങ്ങൾ ഈ കല്ലുമായി എന്റെ മുറിയിലേക്ക് വാ, അപ്പോൾ കാണാം. ഇതും പറഞ്ഞ് അഹല്യ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവൾ പറഞ്ഞു കൊടുത്ത ഒരു മന്ത്രം ചൊല്ലി ശാന്തൻ കല്ലുമായി അഹല്യയുടെ വീട്ടിലേക്ക് വരുന്നു. ആദ്യം അവൻ പൂജാമുറിയിലേക്ക് പോകുന്നുണ്ട്. അവിടെ അഹല്യയുടെ വിഗ്രഹമുണ്ട്. ശാന്തൻ മോഷ്ടിക്കാൻ വന്നത് ഈ വിഗ്രഹമാണ്. അവൻ അത് എടുക്കാൻ ആലോചിക്കുന്നു. എന്നാൽ അപ്പോൾ അഹല്യ പാടാൻ തുടങ്ങുന്നുണ്ട്. ശാന്തൻ തന്റെ തീരുമാനം മാറ്റി വിഗ്രഹം അവിടെ തന്നെ വെച്ച് അഹല്യയെ കാണാൻ പോകുന്നു. എന്നാൽ ശാന്തൻ അവളുടെ മുറിയിലെത്തിയപ്പോൾ അവൾ സംസാരിക്കുന്നത് ശാന്തൻ അവളുടെ ഭർത്താവാണെന്ന മട്ടിലാണ്. നിങ്ങൾ ഇന്ന് നേരത്തെ ജോലി കഴിഞ്ഞു വന്നോ എന്ന് അവൾ ചോദിക്കുന്നു. ശാന്തൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നത് ശാന്തന്റെ രൂപമല്ല, മറിച്ച് നാരായണന്റെ രൂപമാണ്. ശാന്തൻ ഭയന്നു പോകുന്നുണ്ട്. അവന്റെ അവസ്ഥ കണ്ട് അഹല്യ ചിരിക്കുന്നു. ഇവിടെ നിന്ന് സീൻ പ്രസന്റിലേക്ക് മാറുന്നു. അതായത് ആരോ ശാന്തന്റെ തലക്കടിച്ച സമയത്തേക്ക്. പരിക്കേറ്റ ശാന്തൻ ഇപ്പോൾ ആശുപത്രിയിലാണ്. അവിടുത്തെ ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടറും അവിടെ വരുന്നുണ്ട്. സബ് ഇൻസ്പെക്ടർ പറയുന്നുണ്ട് ഇയാൾ വീട്ടിലെ സ്ത്രീയെ കൊലപ്പെടുത്തി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആ സ്ത്രീയുടെ ഭർത്താവാണ് ഇയാളുടെ തലക്കടിച്ച് പിടികൂടിയത്. പോലീസ് മനസ്സിലാക്കുന്നുണ്ട് തങ്ങൾ ഇത്രയും കാലം തിരഞ്ഞുകൊണ്ടിരിക്കുന്ന കള്ളൻ ശാന്തനാണെന്ന്. അവർ ശാന്തന്റെ പൂർണ്ണ വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങുന്നുണ്ട്. ശാന്തൻ ഇതുവരെ പല സ്ഥലങ്ങളിലും മോഷണം നടത്തിയിട്ടുണ്ടെങ്കിലും ആരെയും കൊലപ്പെടുത്തിയിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അപ്പൊ പിന്നെ എന്തിനാണ് ഇത്തവണ അവൻ ആ സ്ത്രീയെ കൊന്നതെന്ന് അവർക്ക് സംശയമുണ്ടാവുന്നു. മറ്റാരെങ്കിലും ഈ കൊലപാതകം നടത്തി ശാന്തനെ കുടുക്കിയതാണോ? ശാന്തന് ബോധം വരുന്നത് വരെ അവർക്കൊന്നും ഉറപ്പിക്കാൻ കഴിയില്ല. ഒടുവിൽ ശാന്തന് ബോധം വരുന്നുണ്ട്. ഇൻസ്പെക്ടർ പറയുന്നു നീ 1-ാം നമ്പർ കള്ളനാണെന്ന് എനിക്കറിയാം. നീ കൊലപാതകം ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ശാന്തൻ തുടർന്നുള്ള കഥ പറയാൻ തുടങ്ങുന്നു. അഹല്യയുടെ മുറിയിൽ വെച്ച് തന്റെ രൂപത്തിന് പകരം നാരായണന്റെ രൂപം കണ്ടപ്പോൾ അവൻ ഞെട്ടിത്തെരിക്കുകയായിരുന്നു. അഹല്യ പറയുന്നു ഇപ്പൊ നിങ്ങക്ക് എന്നെ വിശ്വാസമായില്ലേ? ഇതൊരു മാന്ത്രിക കല്ല് തന്നെയാണ്. ശാന്തൻ വീണ്ടും കണ്ണാടിയിൽ നോക്കുമ്പോൾ തന്റെ യഥാർത്ഥ രൂപം കാണുന്നു. അവൻ അഹല്യയോട് പറയുന്നുണ്ട് എനിക്ക് നിന്റെ തന്ത്രം മനസ്സിലായി. ഈ കല്ലിനെ കുറിച്ച് നീ പറഞ്ഞതെല്ലാം ചിന്തിച്ചുകൊണ്ട് എന്റെ രൂപം നിന്റെ ഭർത്താവ് നാരായണനെ പോലെ തോന്നിയത് എന്റെ വെറും ഒരു മിഥ്യാബോധമായിരുന്നു. ഞാൻ ശാന്തൻ തന്നെയാണ്. അല്ല നീ എന്തിനാണ് ഒരു പ്രായമായ മനുഷ്യനെ വിവാഹം കഴിച്ചത്? നീ ആരെങ്കിലുമായി പ്രണയത്തിലായിരുന്നോ? അഹല്യ പറയുന്നുണ്ട് വിവാഹശേഷം ഞാൻ ഒരാളെ പ്രണയിച്ചിരുന്നു. ശാന്തൻ ആ വ്യക്തിയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അഹല്യ അവളുടെ ഫ്ലാഷ് ബാക്ക് പറയുന്നു. അതിൽ സന്തോഷ് എന്നൊരു വ്യക്തിയെ കാണിക്കുന്നു. അവൻ വാടകയ്ക്ക് വീട് അന്വേഷിച്ച് നാരായണന്റെ വീട്ടിലെത്തുന്നു. ചിത്രയെ കാണുകയും ഒരു മുറി വാടകയ്ക്ക് എടുക്കുകയും ചെയ്യുന്നു. അവനും അഹല്യയും നല്ല സുഹൃത്തുക്കളാകുന്നു. അവൻ അഹല്യയെ നാരായണന്റെ മകളാണെന്ന് കരുതുകയും അവളുമായി അടുക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ചിത്രയെ നാരായണന്റെ ഭാര്യയാണെന്ന് കരുതി മാഡം എന്ന് വിളിക്കുന്നു. അപ്പോൾ സുധീർ അവിടെ പൂന്തോട്ടത്തിലെ ജോലിക്ക് വരുന്നുണ്ട്. അഹല്യ അവനെ സഹായിക്കുന്നു. സുധീർ സന്തോഷത്തോടെ പറയുന്നുണ്ട് നിങ്ങളൊരു സംഗീത സംവിധായകനാകാൻ ആഗ്രഹിക്കുന്നില്ലേ? നമ്മുടെ അഹല്യയും നന്നായിട്ട് പാടും. അവൾക്കൊരു അവസരം കൊടുത്തൂടെ? അഹല്യ പാടുമോ എന്ന് സന്തോഷ് അത്ഭുതപ്പെടുന്നു. ഒരു ദിവസം സന്തോഷ് ചിത്രയോട് ചോദിക്കുന്നുണ്ട് നാരായണൻജി എവിടെയാണ് ജോലി ചെയ്യുന്നത്? ചിത്ര പറയുന്നുണ്ട് നിങ്ങൾ അഹല്യയുടെ ഭർത്താവിനെ കുറിച്ചല്ലേ ചോദിക്കുന്നത്? അപ്പോഴാണ് സന്തോഷിന് അഹല്യ നാരായണന്റെ മകളല്ല ഭാര്യയാണെന്ന് മനസ്സിലാകുന്നത്. അവൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നാരായണന്റെ ആരാണ്? ചിത്ര പറയുന്നു ഞാൻ അഹല്യയുടെ സഹോദരിയാണ്. ഞങ്ങളുടെ വീട്ടുകാർ തുടക്കത്തിൽ വിവാഹം കഴിപ്പിച്ചു. എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു പോയി. അതിനുശേഷം ഞാൻ അഹല്യയുടെ വീട്ടിൽ വന്ന് താമസിക്കുകയാണ്. ഞങ്ങളുടെ മാതാപിതാക്കൾ വളരെ പാവപ്പെട്ടവരായിരുന്നു. അതുകൊണ്ടാണ് അഹല്യയെ ഈ വലിയ വീട്ടിലേക്ക് വിവാഹം കഴിപ്പിച്ചത്. നാരായണൻ അഹല്യയേക്കാൾ വളരെ പ്രായമുള്ള ആളാണ്. അഹല്യയ്ക്ക് പാട്ട് ഇഷ്ടമാണ്. അവൾക്ക് സംഗീത ക്ലാസ്സിൽ പോകാൻ ആഗ്രഹവുമുണ്ട്. അഹല്യ ചിത്ര വഴി നാരായണനോട് സംഗീത ക്ലാസ്സിൽ പോകാൻ അനുവാദം ചോദിക്കുന്നുണ്ട്. എന്നാൽ നാരായണൻ അത് നിഷേധിക്കുന്നു. നീ വീട്ടുജോലി നോക്കിയാൽ മതി, പുറത്തുപോയി ഒന്നും പഠിക്കണ്ട എന്നയാൾ പറയുന്നുണ്ട്. രാത്രിയിൽ നാരായണൻ അഹല്യയോട് മോശമായി പെരുമാറുന്നു. അഹല്യയ്ക്ക് സന്തോഷിനെ ഇഷ്ടമാവുകയും അവർ വളരെ അടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ സുധീർ സന്തോഷിനോട് ബൾബ് മാറ്റാൻ അഭ്യർത്ഥിക്കുന്നുണ്ട്. സന്തോഷ് സമ്മതിക്കുകയും പറയുന്നുണ്ട് നിന്നോട് ആരാണ് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത്? അതിനല്ലേ സുധീറിനെ നിയമിച്ചിരിക്കുന്നത്? ഇങ്ങനെ സന്തോഷിന്റെ സുഖവിവരങ്ങൾ ചോദിക്കാതെ നാരായണൻ പോകുന്നുണ്ട്.
അഹല്യ സന്തോഷിന് ഭക്ഷണം തയ്യാറാക്കി കൊണ്ടുവരുന്നു. നാരായണനും ചിത്രയും ജോലിക്ക് പോകുമ്പോൾ അഹല്യയ്ക്ക് സന്തോഷിനൊപ്പം ധാരാളം സമയം ചെലവഴിക്കാൻ കിട്ടുന്നുണ്ട്. ഒരു ദിവസം അവൾ സന്തോഷിന്റെ ഡയറി വായിക്കുന്നു. അതിൽ അവൻ ധാരാളം കവിതകൾ എഴുതിയിരുന്നു. എന്നാൽ സന്തോഷ് അത് തിരികെ വാങ്ങി പറയുന്നുണ്ട്, ദയവായി ഇത് വായിക്കരുത്, അല്ലെങ്കിൽ നീ എന്നെ കളിയാക്കും. അവൻ ഡയറി അലമാരയുടെ മുകളിലേക്ക് എറിയുന്നു. അഹല്യ അത് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവൾക്ക് കൈയെത്തുന്നില്ല. സന്തോഷ് അവളെ എടുത്തുയർത്തുന്നു. ഈ അവസരത്തിൽ അവർ കൂടുതൽ അടുക്കുന്നു. അപ്പോൾ സന്തോഷിന്റെ ചില സുഹൃത്തുക്കൾ വരുന്നുണ്ട്. അവരെ കണ്ട് അവൻ അഹല്യയിൽ നിന്ന് അകന്നു മാറുന്നു. സുഹൃത്തുക്കൾ അവനെ കളിയാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സന്തോഷ് ഒരു മ്യൂസിക് ട്രൂപ്പ് നടത്തുന്നുണ്ട്. സന്തോഷിന് മറ്റൊരാളുടെ ഭാര്യയുമായി ബന്ധമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവർ അവനെ കൂടുതൽ കളിയാക്കുന്നു. അഹല്യ അവരുമായി സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ സന്തോഷ് അവളുടെ കൈ പിടിക്കുന്നുണ്ട്. അഹല്യയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അവൾ കൈമാറ്റുന്നു. സന്തോഷിന്റെ സുഹൃത്തുക്കൾ സുധീറുമായി സംസാരിക്കുമ്പോൾ സുധീർ അവർക്ക് കരിക്ക് വെള്ളം കൊണ്ടുവരുന്നു. അതിനിടയിൽ അഹല്യ സന്തോഷിനെ അകത്തേക്ക് വിളിക്കുകയും ഇരുവരും മുറിയിലേക്ക് പോവുകയും ചെയ്യുന്നു. സുധീറിന് ഇത് വിചിത്രമായി തോന്നുകയും എന്തോ തെറ്റ് സംഭവിക്കുന്നുണ്ടെന്ന് കരുതുകയും ചെയ്യുന്നു. പിന്നീട് സന്തോഷിന്റെ സുഹൃത്തുക്കൾ അഹല്യയെ പാടാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഒടുവിൽ അഹല്യ പാടാൻ തുടങ്ങുന്നുണ്ട്. അവൾ വളരെ നന്നായി പാടുന്നുണ്ട്. അപ്പോഴാണ് നാരായണൻ വരുന്നത്. അയാൾ അഹല്യയുടെ കരണത്തടിക്കുകയും സന്തോഷിനെയും കൂട്ടുകാരെയും വഴക്ക് പറയുകയും ചെയ്യുന്നു. ഇങ്ങനെ കാര്യങ്ങൾ നശിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ വീടൊഴിഞ്ഞു പോകണം. സന്തോഷിന്റെ സുഹൃത്തുക്കൾ പോകുന്നു. പക്ഷെ കാല് ഭേദമാകുന്നവരെ അവന് പോകാൻ കഴിയില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സന്തോഷിന്റെ കാൽ ഭേദമാവുന്നു. അപ്പോൾ ചിത്ര അവനെ കാണാൻ വരുന്നുണ്ട്. അവൾ പറയുന്നുണ്ട്, നാരായണന്റെ പെരുമാറ്റത്തിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. അയാൾ അഹല്യയെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. എനിക്ക് അവളെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നില്ല. എന്നാൽ നിങ്ങളിവിടെ വന്നതിന് ശേഷം അവളുടെ മുഖത്തൊരു പുഞ്ചിരിയുണ്ട്. അവളുടെ സന്തോഷം എന്നും നിലനിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് അവളെ വേണമെങ്കിൽ ദയവായി അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകും. ഞാൻ നിങ്ങളെ സഹായിക്കാം. അടുത്ത സീനിൽ ചിത്രയും അഹല്യയും അമ്പലത്തിലായിരിക്കുമ്പോൾ സന്തോഷം അവിടെ വരുന്നുണ്ട്. അഹല്യയ്ക്ക് തനിച്ച് സംസാരിക്കണം. ചിത്ര അവരെ തനിച്ചാക്കി പോകുന്നുണ്ട്. സന്തോഷ് പറയുന്നു, ഞാൻ നിന്നെ ഈ നരകത്തിൽ ജീവിക്കാൻ അനുവദിക്കില്ല. നീ എന്റെ കൂടെ വരും. നമുക്ക് മറ്റെവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കാം. എന്റെ ഭർത്താവ് പറഞ്ഞാൽ തങ്ങളുടെ ജീവൻ എടുക്കുമെന്ന് അഹല്യ ഭയപ്പെടുന്നു. അവൾ ഇക്കാര്യം ചിത്രയോട് പറയുന്നുണ്ട്. ചിത്ര പറയുന്നുണ്ട്, 3 ദിവസത്തിന് ശേഷം നാരായണൻ നഗരത്തിലേക്ക് പോകുന്നുണ്ട്. ഞാനും ജോലിക്ക് പോകും. സന്തോഷിനൊപ്പം ഇവിടെ നിന്ന് പോകാൻ നിങ്ങൾക്ക് ഇതൊരു നല്ല അവസരമായിരിക്കും. ഒടുവിൽ നാരായണൻ വീട്ടിലില്ലാത്ത ദിവസം വരുന്നുണ്ട്. സന്തോഷ് തന്റെ ബാഗുമായി അഹല്യയുടെ വീട്ടിലേക്ക് വരുന്നു. എനിക്ക് നിന്നെ ഒരു വെസ്റ്റേൺ ഡ്രസ്സിൽ കാണാൻ ആഗ്രഹമുണ്ട് എന്ന് സന്തോഷ് പറഞ്ഞതുകൊണ്ട് അഹല്യ സാരിക്ക് പകരം ആ വേഷമാണ് ധരിച്ചിരിക്കുന്നത്. ഇന്ന് നാരായണൻ ദിവസം മുഴുവൻ വീട്ടിൽ വരില്ല. അതിനാൽ ഇരുവരും അടുത്തിടപഴകാൻ തീരുമാനിക്കുന്നു. അപ്പോൾ സന്തോഷ് അവിടെ അഹല്യയുടെ വിഗ്രഹം കാണുകയും അതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ ആനിമേഷനിലൂടെ പറഞ്ഞ അഹല്യയുടെ കഥ അഹല്യ സന്തോഷിനോട് പറയുന്നു. ഇതൊരു വിലപിടിപ്പുള്ള വിഗ്രഹമാണ് എന്ന് അവൾ പറയുന്നുണ്ട്. സന്തോഷ് തന്റെ ബാഗിൽ നിന്നൊരു കല്ലെടുത്ത് അഹല്യയോട് പറയുന്നുണ്ട്, ഇതൊരു മനോഹരമായ കല്ലാണ്. ഈ കല്ല് കയ്യിൽ വെച്ച ഒരു മന്ത്രം ചൊല്ലിയാൽ മറ്റൊരാളുടെ രൂപം ലഭിക്കും. അഹല്യ അത് വിശ്വസിക്കുന്നില്ല. എന്നാൽ സന്തോഷ് പറയുന്നുണ്ട്, നീ നിന്റെ മുറിയിലേക്ക് പോ. ഞാൻ കല്ലുമായി വരുമ്പോൾ നിനക്ക് എന്റെ രൂപമല്ല മറ്റൊരാളുടെ രൂപം കാണാം. അഹല്യ സമ്മതിക്കുന്നില്ല. പക്ഷെ അവനെ തെറ്റാണെന്ന് തെളിയിക്കാൻ അവൾ മുറിയിൽ പോയി കട്ടിലിൽ കണ്ണടച്ചിരിക്കുന്നു. അവൾ നാരായണന്റെ ശബ്ദമായിരുന്നു. സന്തോഷ് അവളോട് സത്യം പറയുന്നു, ആ കല്ലിൽ ഒരു മാന്ത്രികതയുമില്ല. ഞാൻ വെറുതെ തമാശ പറഞ്ഞാണ്. പിന്നീട് ഇരുവരും അടുത്തിടപഴകുന്നുണ്ട്. സന്തോഷ് പറയുന്നുണ്ട്, ഞാൻ ആദ്യം നഗരത്തിൽ പോയി ഒരു നല്ല വീട് ഏർപ്പാടാക്കിയിട്ട് നിന്നെ അങ്ങോട്ട് വിളിക്കാം. അഹല്യ സമ്മതിക്കുന്നുണ്ട്. ഇതിനിടയിൽ നാരായണൻ വരുന്നുണ്ട്. ഇത് കണ്ട് ഇരുവരും ഭയപ്പെടുന്നു. അഹല്യ പറയുന്നുണ്ട്, നിങ്ങൾ പിൻവാതിലൂടെ പുറത്തു പോയിക്കോളൂ, ഞാൻ നാരായണനെ നോക്കിക്കോളാം. സന്തോഷ് അവിടെ നിന്ന് പോകുന്നു. അഹല്യ വാതിൽ തുറക്കുന്നുണ്ട്. നാരായണൻ പറയുന്നുണ്ട്, അകത്തു നിന്ന് എന്തോ ശബ്ദം കേട്ടല്ലോ. അഹല്യ സംസ്കൃതത്തിൽ പറയുന്നു, ഒന്നുമില്ല, ബില്ല വന്നിരുന്നു. യഥാർത്ഥത്തിൽ മലയാളത്തിൽ പൂച്ച എന്ന അർത്ഥമുള്ള ഈ വാക്കിന് സംസ്കൃതത്തിൽ ജാരൻ എന്നാണ് അർത്ഥം. നാരായണൻ ഞെട്ടിപ്പോയി ചോദിക്കുന്നുണ്ട്, നീ എന്തായി പറയുന്നത്? അഹല്യ വേഗം പറയുന്നു, ഞാൻ അബദ്ധത്തിൽ സംസ്കൃതത്തിൽ പറഞ്ഞാണ്. മലയാളം വാക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. പൂച്ച വീട്ടിൽ കയറിയിരുന്നു. ഇപ്പോൾ അഹല്യ ഈ കഥ മുഴുവൻ ശാന്തനോട് പറയുകയാണ്. അവൾ ഇതെല്ലാം പറയുമ്പോൾ അവനും ചിരിക്കാൻ തുടങ്ങുന്നു. എന്നാൽ പ്രസന്റിൽ ഇൻസ്പെക്ടർക്ക് ശാന്തന്റെ വായിൽ നിന്ന് ഈ ഫ്ലാഷ് ബാക്ക് കേൾക്കാൻ വളരെ താല്പര്യമുണ്ട്. കാരണം ഒരു ദിവസം അവന്റെ ഭാര്യ ശാന്തിയും പറഞ്ഞിരുന്നു വീട്ടിലൊരു പൂച്ച കയറിയിരുന്നു എന്ന്. ഒരുപക്ഷെ ശാന്തിക്കും ഒരു കാമുകനുണ്ടെന്നും അവനെയാണ് അവൾ പൂച്ച എന്ന് വിളിച്ചതെന്നും ഇൻസ്പെക്ടർക്ക് സംശയമുണ്ടാകുന്നു. അവൻ ഉടൻ ശാന്തിയെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അന്ന് നീ പറഞ്ഞ പൂച്ച നിന്റെ കാമുകനായിരുന്നില്ലേ? ശാന്തി കോള് കട്ട് ചെയ്യുന്നു. ഇൻസ്പെക്ടർ ശാന്തനോട് ചോദിക്കുന്നുണ്ട്, എന്നിട്ട് എന്ത് സംഭവിച്ചു? ശാന്തൻ പറയുന്നുണ്ട്, പിന്നെന്താ സാർ, ഞാൻ അഹല്യയോട് ചോദിച്ചു സന്തോഷിന് എന്ത് പറ്റി, അവൻ വീണ്ടും ഓടി രക്ഷപ്പെട്ടോ എന്ന്. വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ശാന്തൻ അഹല്യയോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാരായണൻ വീടിനകത്തേക്ക് വരുന്നത് കാണിക്കുന്നു. ഇത് കണ്ട് ഇരുവരും ഭയപ്പെടുന്നു. അഹല്യ ശാന്തനോട് പറയുന്നുണ്ട്, നിങ്ങൾ വേഗം എവിടെയെങ്കിലും പോയി വിളിക്ക്. ശാന്തൻ വിളിക്കുന്നു. അഹല്യ വാതിൽ തുറക്കുന്നുണ്ട്. നാരായണൻ അഹല്യയോട് ഒന്നും ചോദിക്കാതെ ബാഗ് വെച്ച് തന്റെ മുറിയിലേക്ക് പോകാൻ തുടങ്ങുന്നു. അപ്പോൾ അയാൾ അഹല്യയുടെ ശരീരത്തിലൂടെ കടന്നു പോകുന്നു. അതായത് നാരായണൻ അഹല്യയെ കാണുന്നില്ല. ശാന്തന് സംശയമാവുന്നുണ്ട്, അഹല്യ എനിക്ക് മാത്രമാണോ കാണാൻ പറ്റുന്നുള്ളൂ? അവൻ ഉടൻ അവിടെ നിന്ന് ഓടാൻ തുടങ്ങുന്നു. എന്നാൽ വാതിൽകൾ കാലു തട്ടി വീഴുന്നു. അപ്പോഴാണ് അവൻ കാണുന്നത് അഹല്യ മരിച്ചിരിക്കുന്നു. അവളുടെ ഫോട്ടോയിൽ ഒരു മാല തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അഹല്യ മരിച്ചോ? ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് അവളുടെ പ്രേതത്തോടായിരുന്നോ? ഇതെല്ലാം ചിന്തിച്ച് അവൻ ആകെ ഭയന്ന് വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. നാരായണൻ അവൻ ഓടുന്നത് കണ്ട് അവന്റെ പിന്നാലെ പോകുന്നു. ഈ സമയത്താണ് അവൻ ശാന്തനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചതെന്ന് തോന്നുന്നു. എന്നാൽ അവന്റെ ഭാര്യ അഹല്യ എങ്ങനെ മരിച്ചുവെന്ന് ഇപ്പോൾ വ്യക്തമല്ല.
പ്രസന്റിൽ നാരായണൻ വീട്ടിലിരുന്ന് കണക്കുകൾ പരിശോധിക്കുകയാണ്. അപ്പോൾ ഇൻസ്പെക്ടർ അവിടെ വന്ന് നാരായണനോട് ചോദിക്കുന്നുണ്ട്, ശാന്തൻ നിങ്ങളുടെ ഭാര്യ ചിത്രയെ കൊലപ്പെടുത്തിയെന്നും അതുകൊണ്ടാണ് നിങ്ങൾ ശാന്തന്റെ തലക്കടിച്ച് പോലീസിൽ ഏൽപ്പിച്ചതെന്നും നിങ്ങൾ പറഞ്ഞിരുന്നു. നാരായണൻ അതേ എന്ന് മറുപടി നൽകുന്നു. ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, നിങ്ങൾ കള്ളം പറയുകയാണ്. ഞങ്ങൾ യഥാർത്ഥ കൊലയാളിയെ കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് ഒരാളെ കൊണ്ടുവരുന്നു. അത് മറ്റാരുമല്ല, സുധീർ. ഇൻസ്പെക്ടർ സുധീറിനോട് പറയുന്നുണ്ട്, എനിക്ക് മുഴുവൻ സത്യവും അറിയണം. കള്ളം പറഞ്ഞാൽ അടി കിട്ടും. സുധീർ പറയാൻ തുടങ്ങുന്നു. സിനിമയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. സുധീറിന് ചിത്രയോട് പ്രണയമായിരുന്നു. ചിത്രയെ ആകർഷിക്കാൻ അവൻ പലതും ചെയ്യുമായിരുന്നു. എന്നാൽ ചിത്രയ്ക്ക് അഹല്യയുടെ സ്ഥാനം, അതായത് നാരായണന്റെ ഭാര്യയാകാനായിരുന്നു ആഗ്രഹം. കാരണം നാരായണൻ വളരെ ധനികനായിരുന്നു. അവൾ സുധീറിനെ തന്റെ ആവശ്യത്തിനായി ഉപയോഗിച്ചു. അവൾ സുധീറിനെ വശീകരിച്ചു. അഹല്യയും സന്തോഷും തമ്മിൽ പ്രണയത്തിലാണ്. നാരായണൻ അവരെ കുറിച്ച് അറിയണം. അങ്ങനെ അയാൾ അഹല്യയെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കും. അപ്പോൾ ഞാൻ നാരായണനെ വിവാഹം കഴിച്ച് അയാളുടെ മുഴുവൻ സ്വത്തിനും ഉടമയാകും. നാരായണൻ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ രഹസ്യമായി കാണും. അയാളുടെ മരണശേഷം നമ്മൾ വിവാഹം കഴിച്ച് ആഡംബര ജീവിതം നയിക്കും. യഥാർത്ഥത്തിൽ ചിത്ര തന്റെ സഹോദരിയുടെ നല്ലത് ആഗ്രഹിക്കുന്നുവെന്ന് അഭിനയിക്കുകയായിരുന്നു. അവളുടെ യഥാർത്ഥ ഉദ്ദേശം അഹല്യയെ വഴിയിൽ നിന്ന് മാറ്റി ഈ വീടിന്റെ യജമാനത്തിയാവുക എന്നതായിരുന്നു. ഇൻസ്പെക്ടർ സുധീറിനോട് തുടർന്ന് പറയാൻ ആവശ്യപ്പെടുന്നു. ചിത്ര പറഞ്ഞ പോലെ സുധീർ നാരായണനോട് അഹല്യയും സന്തോഷും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നു. നാരായണൻ പറയുന്നുണ്ട്, അവർ ഒരുമിച്ചായിരിക്കുമ്പോൾ എന്നെ വിളിച്ചറിയിക്കണം. ഞാൻ അവരെ കൈയോടെ പിടികൂടിക്കോളാം. സുധീർ സമ്മതിക്കുന്നുണ്ട്. സന്തോഷും അഹല്യയും ഒരുമിച്ച് മുറിയിലുണ്ടായിരുന്ന ദിവസം സുധീർ നാരായണനെ അറിയിക്കുകയും നാരായണൻ അവിടെ എത്തുകയും ചെയ്തു. സന്തോഷ് നാരായണനെ കണ്ട് ഓടി രക്ഷപ്പെടുന്നു. എന്നാൽ നാരായണൻ അവനെ വിടാതെ പിന്തുടർന്ന് എന്തോ ഭാരമുള്ള വസ്തു കൊണ്ട് തലക്കടിച്ച് കൊല്ലുന്നു. പിന്നീട് അവന്റെ ദേഷ്യം അഹല്യയുടെ നേർക്ക് തിരിയുന്നുണ്ട്. നാരായണൻ അവളെയും കൊല്ലുന്നു. അവരുടെ മൃതദേഹങ്ങൾ മറച്ചുവെക്കാൻ അയാൾ സുധീറിനെ ഏൽപ്പിക്കുന്നു. സുധീർ ഇതെല്ലാം ചെയ്തത് നാരായണന് വേണ്ടിയല്ല, മറിച്ച് ചിത്രയെ സ്വന്തമാക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ചിത്ര സുധീറിന് പണം നൽകി പറയുന്നുണ്ട്, നീ ചെയ്തതിന് ഇത് വെച്ചോളൂ. സുധീർ പറയുന്നു, ഞാനിതൊന്നും പണത്തിനു വേണ്ടി ചെയ്തതല്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇതും പറഞ്ഞ് അവൻ ചിത്രയെ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ചിത്ര പറയുന്നുണ്ട്, എന്നെ തുടരുത്, മിണ്ടാതെ പണമെടുത്ത് പൊക്കോ. ഇത് കേട്ട് സുധീർ വളരെ ദുഃഖിതനാവുന്നു. കാരണം അവൻ ചിത്രയെ സ്വന്തമാക്കാനാണ് ഇതെല്ലാം ചെയ്തത്. എന്നാൽ ചിത്ര അവനെ ചതിച്ചു. അതുകൊണ്ടാണ് ശാന്തൻ എപ്പോഴും സുധീറിനെ കാണുമ്പോൾ അവൻ ദുഃഖിച്ചിരിക്കുന്നത് കാണുന്നത്. അവൻ ചിത്രയോട് വലിയൊരു തുക ആവശ്യപ്പെട്ടു. ആ തുക കിട്ടിയാൽ താൻ ഉടൻ തന്നെ ഇവിടുന്ന് പോകാമെന്നും ശല്യം ചെയ്യില്ലെന്നും പറയുന്നു. അതിനാണ് ചിത്ര ബാങ്കിൽ പണം പിൻവലിക്കാൻ പോയത്. എന്നാൽ രാത്രിയിൽ സുധീർ ചിത്രയുടെ മുറിയിൽ കയറുന്നുണ്ട്. ചിത്ര അവനോട് പോകാൻ പറയുന്നു. എന്നാൽ സുധീർ അവളെ നിർബന്ധിച്ച് മദ്യം കുടിപ്പിക്കുന്നു. ചിത്ര മദ്യലഹരിയിലായിരുന്നപ്പോൾ സുധീർ അവളുമായി ബന്ധപ്പെടുന്നു. നേരം വെളുക്കുന്നതിന് മുമ്പ് സുധീർ വീട്ടിൽ നിന്ന് പോകുന്നു. ശാന്തൻ വീട്ടിൽ നിന്ന് ഓടിപ്പോയത് താൻ കണ്ടുമുട്ടി സംസാരിച്ചിരുന്ന അഹല്യ ഒരു പ്രേതമാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ്. അവൻ ഭയന്ന് ഓടിപ്പോയി. എന്നാൽ അവൻ ഓടുന്നത് കണ്ട് നാരായണന് സംശയമുണ്ടാവുകയും അയാൾ ചിത്രയുടെ മുറിയിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ചിത്രയുടെ ലഹരി വിട്ടിരുന്നു. അവൾ ഉണർന്നിരുന്നു. ശാന്തൻ ചിത്രയുമായി ബന്ധപ്പെട്ടതിന് ശേഷം ഓടിപ്പോയതാണെന്ന് നാരായണൻ കരുതുന്നു. ചിത്ര അവനോട് സത്യം പറയാൻ ശ്രമിക്കുന്നു. എന്നാൽ നാരായണൻ അവൾക്ക് അവസരം നൽകാതെ ഒരു കുപ്പി കൊണ്ട് തലക്കടിച്ച് അവളെയും കൊല്ലുന്നു. ഈ കൊലപാതകത്തിന്റെ പഴി ശാന്തന്റെ മേൽ ചാരുന്നതിനായി അയാൾ ശാന്തന്റെ പിന്നാലെ ഓടി തലക്കടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നു. എന്നാൽ ചിത്രയുടെ മൃതദേഹത്തിൽ നിന്ന് സുധീറിന്റെ വിരലടയാളങ്ങൾ ലഭിക്കുകയും അതുവഴി സുധീർ അവളെ ഉതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. ട്വിസ്റ്റുകൾ നിറഞ്ഞ ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനടി എത്തുന്നതായിരിക്കും. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.